കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു 4PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റ്. സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്, അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ്, ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ്, ഗോൾഡ് സിറ്റി, മനാമ. നമസ്കാരം. ഇന്ന് 2025 മാർച്ച് 9 ഞായറാഴ്ച. 4PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. സ്വകാര്യ തൊഴിൽ മേഖലയിലെ പുരുഷ തൊഴിലാളികൾക്ക് കൂടുതൽ അവധി നൽകുന്നതിനെതിരെ മുന്നറിയിപ്പുമായി തൊഴിൽ മന്ത്രാലയം. തൊഴിലാളികളായ പുരുഷന്മാർക്ക് ശമ്പളത്തോടു കൂടിയുള്ള പിതൃത്വ അവധി 1 ദിവസത്തിൽ നിന്ന് 3 ദിവസമാക്കാനുള്ള നിർദ്ദേശത്തെ ചൂണ്ടിക്കാട്ടിയാണ് തൊഴിൽ മന്ത്രാലയവും ബഹ്റൈൻ ചേംബറും പ്രസ്താവന ഇറക്കിയത്. മറ്റ് ഗൾഫ് രാജ്യങ്ങളെ അപേക്ഷിച്ച് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ബഹ്റൈൻ കൂടുതൽ അവധി നൽകുന്നുണ്ട്. അവ ഇനിയും വർദ്ധിപ്പിക്കുന്നത് ബിസിനസ്സുകളെ ദോഷകരമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തുന്നത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ പൊതുമേഖലാ ജീവനക്കാർക്ക് ശമ്പളത്തോടു കൂടിയുള്ള പിതൃത്വ അവധി പാർലമെന്റ് അംഗീകരിച്ചിരുന്നു. അതിനുശേഷമാണ് സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾക്കും അവധി വേണമെന്ന നിർദ്ദേശവുമായി പാർലമെന്റ് എംപിമാർ രംഗത്ത് വരുന്നത്. അധികമായി അവധി നൽകുന്നത് തൊഴിൽ മേഖലകളിലെ സാമ്പത്തിക രംഗത്തെ സാരമായി ബാധിക്കുമെന്ന് ബഹ്റൈൻ ചേംബർ ചെയർമാൻ സമീർ ബിൻ അബ്ദുള്ള നാസ് പാർലമെന്റിന് അയച്ച കത്തിലും മുന്നറിയിപ്പ് നൽകി. ചൊവ്വാഴ്ച വിഷയം പാർലമെന്റിൽ എംപിമാർ ചർച്ച ചെയ്യും. കേരളത്തിലെ ഇടതു സർക്കാർ ലഹരി മാഫിയയ്ക്ക് അനുകൂലമായ നിലപാടാണ് എടുക്കുന്നതെന്നും ലഹരി മനുഷ്യനെ ഭ്രാന്തനാക്കുകയാണെന്നും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. KMCC ബഹ്റൈൻ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിക്കെതിരെ കേരളത്തിലെ സർക്കാർ കാര്യക്ഷമമായ നടപടികൾ എടുക്കുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. KMCC പ്രസിഡന്റ് ഹബീബ് റഹ്മാൻ അധ്യക്ഷനായിരുന്നു. KMCC ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര സ്വാഗതവും KP മുസ്തഫ നന്ദിയും പറഞ്ഞു. OICC നേതാക്കളായ രാജു കല്ലുംപുറം, ബോബി പാറയിൽ, ബിനു കുന്നന്താനം, വേൾഡ് KMCC സെക്രട്ടറി അസൈനാർ കളത്തിങ്കൽ, മുൻ KMCC പ്രസിഡന്റ് കുട്ടൂസ മുണ്ടേരി, KMCC സംസ്ഥാന ഭാരവാഹികളായ ഗഫൂർ കൈപ്പമംഗലം, അസ്ലം വടകര, AP ഫൈസൽ, റഫീഖ് തോട്ടക്കര, ഷാഫി പാറക്കട്ട, സലീം തളങ്കര, സഹീർ കാട്ടാമ്പള്ളി, NK അബ്ദുൾ അസീസ്, അഷ്റഫ് കക്കണ്ടി, ഫൈസൽ കോട്ടപ്പള്ളി, ഫൈസൽ കണ്ടിത്താഴ, അഷ്റഫ് കാട്ടിൽ പീടിക, SK നാസർ, റിയാസ് വയനാട് തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്റഗ്രേറ്റഡ് ലീഡർഷിപ്പ് ഫോറം അന്തർദേശീയ വനിതാ ദിനാചരണം ശ്രദ്ധേയമായി. ബഹ്റൈൻ മുൻ പാർലമെന്റ് അംഗം ഡോക്ടർ മസുമ ഹസൻ എ റഹീം ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ ഇക്കോലാബ് പ്രതിനിധി നസീമ മിയ ആശംസകൾ നേർന്നു. ചടങ്ങിൽ അധ്യാപികയും ലിറ്റിൽ സ്റ്റെപ്പ് ടൈനിയുടെ ഉടമസ്ഥയുമായ ജംഷ്ന ട്രീസ എലിയെയും പൊന്നാടയും മൊമെന്റോയും നൽകി ആദരിച്ചു. ഡോക്ടർ ഷെമിലി P. ജോൺ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സുമിത്ര പ്രവീൺ, അഞ്ജു സന്തോഷ്, ഷെറീൻ ഷൌക്കത്തലി, രമ സന്തോഷ്, ജമീല AR, റെജീന ഇസ്മയിൽ, അലിൻ ജോഷി, കാത്തു സച്ചിദേവ്, അശ്വതി നൌഗ, മെറിൻ റോയ്, അഞ്ജന വിശ്വംഭരൻ എന്നിവർ സംസാരിച്ചു. മിനി മാത്യു സ്വാഗതവും ഹേമലത നന്ദിയും രേഖപ്പെടുത്തി. ദീപ ജയചന്ദ്രൻ അവതാരകയായിരുന്നു. ബ്ലഡ് ഡോണേഴ്സ് കേരള ബഹ്റൈൻ ചാപ്റ്റർ കിങ് ഹമ്മദ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്കിൽ റമദാൻ മാസത്തിലെ രാത്രികാല രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. പ്ലേറ്റ്ലെറ്റ് ഉൾപ്പെടെ രക്തദാനത്തിൽ 67 പേർ പങ്കാളികളായി. BDK ബഹ്റൈൻ ചെയർമാൻ KT സലീം, ജനറൽ സെക്രട്ടറി ജിബിൻ ജോയ്, ട്രഷറർ സാബു അഗസ്റ്റിൻ, വൈസ് പ്രസിഡന്റ് സുരേഷ് പുത്തൻവിളയിൽ, ജോയിന്റ് സെക്രട്ടറി സിജോ ജോസ്, അസിസ്റ്റന്റ് ട്രഷറർ രേഷ്മ ഗിരീഷ്, ക്യാമ്പ് കോർഡിനേറ്റർ സുനിൽ മനവളപ്പിൽ, എക്സിക്യൂട്ടീവ് മെമ്പർമാരായ രാജേഷ് പന്മന, അശ്വിൻ രവീന്ദ്രൻ, മിഥുൻ മുരളി, ഫിലിപ്പ് വർഗീസ്, പ്രവീഷ് പ്രസന്നൻ, പ്രസാദ് കൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. ഈ വാലന്റൈൻസ് ദിനത്തിൽ ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ബഹ്റൈൻ നിങ്ങൾക്കായി നൽകുന്നു സ്പെഷ്യൽ ഓഫറുകൾ. 22 കാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലി 3.3% മുതൽ 21 കാരറ്റ് 18 കാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 25% വരെ കിഴിവ്. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ വിലക്കിഴിവ്. ഇന്ന് തന്നെ സന്ദർശിക്കൂ ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ്, ഗോൾഡ് സിറ്റി, മനാമ, ബഹ്റൈൻ. ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ.
ലുലു മണി, സ്നേഹപൂർവ്വം. കൊല്ലം പ്രവാസി അസോസിയേഷൻ ബഹ്റൈൻ ചാരിറ്റി വിങ്ങിന്റെ നേതൃത്വത്തിൽ റമദാൻ മാസത്തിൽ ഡ്രൈ ഫുഡ് കിറ്റ് വിതരണം സംഘടിപ്പിച്ചു. ഏരിയ കമ്മിറ്റികൾ കണ്ടെത്തിയ സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന 25ഓളം അംഗങ്ങൾക്കാണ് കിറ്റ് വിതരണം ചെയ്തത്. KPA ആസ്ഥാനത്ത് നടന്ന ചടങ്ങ് KPA പ്രസിഡന്റ് അനോജ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി അനിൽകുമാർ സ്വാഗതം പറഞ്ഞ യോഗത്തിന് ട്രഷറർ മനോജ് ജമാൽ നന്ദി പറഞ്ഞു. വൈസ് പ്രസിഡന്റ് കോയിവിള മുഹമ്മദ് കുഞ്ഞ്, ചാരിറ്റി വിംഗ് കൺവീനർ സജീവ് ആയൂർ, നവാസ് കുണ്ടറ, നിഹാസ് പള്ളിക്കൽ എന്നിവർ ഏരിയ കമ്മിറ്റികൾക്ക് കിറ്റുകൾ കൈമാറി. സെൻട്രൽ കമ്മിറ്റി അംഗങ്ങളായ പ്രമോദ് VM, ബിനു കുണ്ടറ, ജഗത് കൃഷ്ണകുമാർ, നിസാർ കൊല്ലം, കിഷോർ കുമാർ, രാജ് കൃഷ്ണൻ, അനൂപ് തങ്കച്ചൻ, ലിനീഷ് P ആചാരി, വിനു ക്രിസ്റ്റി, ഡിസ്ട്രിക്ട് കമ്മിറ്റി അംഗങ്ങളായ സുരേഷ് ഉണ്ണിത്താൻ, സാജൻ നായർ, ജ്യോതി പ്രമോദ്, മുനീർ, ഷഫീഖ്, ജേക്കബ് ജോൺ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. സാംസ ബഹ്റൈൻ ഇഫ്താർ സംഗമം നടത്തി. വിവിധ സാമൂഹ്യ സന്നദ്ധ സംഘടനകളിലെ ഭാരവാഹികൾ പങ്കെടുത്തു. ട്രഷറർ റിയാസ് കല്ലമ്പലത്തിന്റെ ബാങ്ക് വിളിയോടെ ആരംഭിച്ച ഇഫ്താർ വിരുന്നിനു ശേഷം 6 മണിയോടെ പ്രഭാഷണ പരിപാടികൾ ആരംഭിച്ചു. സെക്രട്ടറി അനിൽകുമാർ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ പ്രസിഡന്റ് ബാബു മാഹി അധ്യക്ഷത വഹിച്ചു. ഫ്രണ്ട്സ് സ്റ്റഡി സർക്കിൾ ഫാക്കൽറ്റിയും പ്രഭാഷകനുമായ യൂനുസ് സലീം റമദാൻ സന്ദേശം നൽകി. ICRF ഉപദേശക സമിതി അംഗം ഡോക്ടർ ബാബു രാമചന്ദ്രൻ, ICRF ജനറൽ സെക്രട്ടറി അനീഷ്, സാമൂഹ്യ പ്രവർത്തകരായ KT സലീം, സയ്യിദ് ഹനീഫ്, CBK തോമസ്, അരവിന്ദ്, ബിനു കരുണാകരൻ, അജീഷ്, മുരളീകൃഷ്ണൻ, വത്സരാജ് കുയിമ്പിൽ, ജേക്കബ് കൊച്ചുമ്മൻ, അമ്പിളി സതീഷ്, സെക്രട്ടറി അപർണ രാജ്, മനേഷ് പൊന്നോത്ത്, പ്രസിഡന്റ് നാദരൂപ്, സോവിൻ തോമസ് എന്നിവർ ആശംസകൾ അറിയിച്ചു. കൺവീനർ വിനീത് മാഹി നന്ദി രേഖപ്പെടുത്തി. തുടർന്ന് 1 മണിക്കൂർ ഭക്തിഗാന ആലാപനവും ഉണ്ടായിരുന്നു. ആഗോള പ്രവാസി കൂട്ടായ്മയായ ഇടപ്പാളയം ബഹ്റൈൻ ചാപ്റ്റർ ഇഫ്താർ സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു. പരിപാടിയിൽ ബഹ്റൈൻ ചാപ്റ്റർ പ്രസിഡന്റ് വിനീഷ് കേശവൻ അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ ജനറൽ സെക്രട്ടറി ഷമീല സ്വാഗതം ആശംസിച്ചു. സംഘടനയുടെ രക്ഷാധികാരികളായ പാർവതി ദേവദാസ്, ഷാനവാസ് പുത്തൻവീട്ടിൽ, മുൻ ഭാരവാഹികളായ സനാഫ് റഹ്മാൻ, ഫൈസൽ മാണൂർ, ഫൈസൽ അനുടിയിൽ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് ആശംസകൾ നേർന്നു. ഇടപ്പാളയം ട്രഷറർ ശിവപ്രസാദ് നന്ദി അറിയിച്ചു.